കോൺക്ലേവ് എന്ന സിനിമയുടെ അവസാനത്തെ കാഴ്ച ഇങ്ങനെയാണ്. കാബൂളിലെ കർദിനാൾ വിൻസെൻ്റ് പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. സിസ്റ്റീൻ ചാപ്പലിൻ്റെ തൊട്ട് പിന്നിലുള്ള കണ്ണീരിൻ്റെ മുറിയിലേക്ക് പേപ്പിൽ വസ്ത്രം ധരിക്കാൻ വേണ്ടി വിൻസെൻ്റ് പോവാണ്. ആ സമയത്താണ് കോളേജ് ഓഫ് കാർഡിനലിൻ്റെ ഡീൻ ലോറൻസിന് ഒരു ഷോക്കിംഗ് ന്യൂസ് കിട്ടുന്നത്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കണ്ണീരിൻ്റെ മുറിയിലേക്ക് ഇദ്ദേഹം പോവാണ്. എന്നിട്ട് വിൻസെൻ്റിനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ജനീവയിലെ ക്ലിനിക്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തത്? അപ്പോൾ വിൻസെൻ്റ് പറയും, നിർബന്ധമായിട്ടും പറയണം, കാരണം 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായിട്ട് മാറും. അപ്പോൾ വിൻസെൻ്റ് പറഞ്ഞു, ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റീറോക്ടമി. ഇത് കേട്ടതും കർദിനാൾ ലോറൻസ് ഇരുന്നുവാണ്. വളരെ സമാധാനത്തോടെ ഇപ്പോൾ വിൻസെൻ്റ് ലോറൻസിനോട് പറയുന്നത്, ഞാൻ അച്ഛനായി കഴിഞ്ഞ് 30ാമത്തെ വയസ്സിലാണ് എൻ്റെ ഈ ശരീരത്തിൻ്റെ സിറ്റുവേഷൻ ഞാൻ തിരിച്ചറിയുന്നത്. ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷന് പോയതാണ്. ഡോക്ടേഴ്സ് ഡിസ്കവർ ചെയ്തു എൻ്റെ ഉള്ളിൽ യൂട്രസും ഓവറീസും ഉണ്ട്. ഞാനൊക്കെ തകർന്നുപോയി. പുറമേ നിന്ന് ഞാനൊരാണാണ്, പക്ഷെ ഉള്ളിലൊരു പെണ്ണുണ്ട്. ഞാൻ റോമിലേക്ക് വന്നു, പാപ്പയെ കണ്ട് റിസിഗ്നേഷൻ കൊടുത്തു. അപ്പോൾ പാപ്പ പറഞ്ഞു, നിങ്ങളുടെ ഈ ഫീമെയിൽ പാർട്സ് റിമൂവ് ചെയ്യും. അങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുത്തത് ജനീവയിൽ. പക്ഷെ അങ്ങോട്ട് പറക്കുന്നതിൻ്റെ തലേ രാത്രി എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ദൈവത്തിൻ്റെ കരവേല ഞാൻ മുറിച്ച് മാറ്റുന്നതിൽ ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയില്ല. അപ്പോൾ ലോറൻസ് ചോദിക്കും, അപ്പം നിങ്ങളിപ്പോഴും ഐ ആം വാട്ട് ഗാഡ് മെയ്ഡ് മീ. എൻ്റെ ഈ ഡിഫറൻസാണ് എന്നെ കൂടുതൽ യൂസ്ഫുൾ ആക്കുന്നത്. ഐ കൻ അണ്ടർസ്റ്റാൻഡ് ബോത്ത്. ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത് പരിശുദ്ധ മറിയം തിരുസഭയുടെ മാതാവ് എന്ന തിരുനാളാണ്. 2018 ഈ തിരുനാളിന് തുടക്കം കുറിച്ചിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, സഭയുടെ മാതൃഭാവം മക്കളിൽ വളർത്താൻ വേണ്ടിയാണ് ഈ തിരുനാളെന്ന്. നമ്മൾ സഭ അമ്മയാണ്, സഭ സ്ത്രീയാണ്, സഭ മാതാവെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇനി എത്രയും ദൂരം നമ്മൾ സഞ്ചരിക്കാനുണ്ട്.